തെക്കൻ കുരിശുമല തീർത്ഥാടനം വിശുദ്ധകുരിശ് നിത്യജീവന്റെ ഉറവിടം. റവറന്റ് ഡോക്ടർ വിൻസെന്റ് കെ. പീറ്റർ, ഡയറക്ടർ, തെക്കൻ കുരിശുമല. വിശുദ്ധകുരിശ് നിത്യജീവന്റെ ഉറവിടം എന്നതാണല്ലോ 69 സ്വരചിഹ്നം ആം അത് തെക്കൻ കുരിശുമല തീർത്ഥാടനത്തിന്റെ ആപ്തവാക്യം. 2026 മാർച്ച് 15 മുതൽ 22 വരെയും ഏപ്രിൽ 2 പെസഹ വ്യാഴം, ഏപ്രിൽ 3 ദുഃഖവെള്ളി ദിവസങ്ങളിൽ നടക്കുന്ന നോമ്പുകാല മഹാതീർത്ഥാടനം സർവ്വജനർക്കും ആശ്വാസവും അനുഗ്രഹവും പ്രദാനം ചെയ്യുന്നു. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട സഹ്യപർവ്വതനിരയിൽ കുനിച്ചുകൊണ്ടകട്ടി മലമുകളിൽ കേരള തമിഴ്നാട് അതിർത്തിൽ വെള്ളറട പത്തുകാണി ദേശത്താണ് തീർത്ഥാടന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. പ്രകൃതിരമണീയവും മൂടൽമഞ്ഞും കുളിർക്കാറ്റും മലനിരകളും ഉദയസൂര്യനും അസ്തമയവും ഏവരെയും ആകർഷിക്കുന്നതാണ്. ആകാശവും ഭൂമിയും തൊട്ടുരുമ്മി നിൽക്കുന്ന വിശുദ്ധ കുരിശ് ആത്മീയ അനുഭൂതിയും ദൈവനുഭവവും ആനന്ദവും ഉളവാക്കുന്നു. നാനാ ജാതിമതസ്ഥർ സ്ത്രീപുരുഷ ഭേദമന്യേ കിഴക്കാൻ തൂക്കായ മല കയറിയിറങ്ങി ആനന്ദവും സൗഖ്യവും പ്രാപിക്കുന്ന പുണ്യമലയാണിത്. രക്ഷയുടെ അടയാളമായി മലമുകളിലെ നെറുക വിശുദ്ധകുരിശ് നിത്യജീവന്റെ ഉറവിടമായി നിലകൊള്ളുന്നു. സ്വർഗീയ പറുദീസയിൽ ദൈവം നട്ടുവളർത്തിയ ജീവന്റെ വൃക്ഷമാണ് ഇന്ന് ലോകത്ത് പടർന്നു പന്തലിച്ച് സർവർക്കും തണലേകി നിൽക്കുന്ന വിശുദ്ധകുരിശ്. വിശുദ്ധകുരിശ് ത്യാഗമായി, അനുസരണയായി, ജ്യോതിസായി, കാരുണ്യമായി, നീതിയായി, സമാധാനമായി കൈകൾ വിരിച്ച് 3 അണിമേൽ തൂങ്ങിമരിച്ച് ഉത്തിതനായി നിൽക്കുന്ന യേശുക്രിസ്തുവാണ് ഫലദായകമായ നിത്യജീവന്റെ വൃക്ഷം. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഉയർത്തപ്പെട്ടിരിക്കുന്ന വിശുദ്ധകുരിശുകൾ നിത്യജീവന്റെ ഉറവിടമായി നിലകൊള്ളുന്നു. ജീവിതമായി പകർന്ന ഏക വ്യക്തിയാണ് നിത്യജീവനായ യേശുക്രിസ്തു. പ്രപഞ്ചത്തിലെ ജീവന്റെ ആവിർഭാവവും അവസാനവും യേശുക്രിസ്തുവാണിവന്റെ നന്മക്കായുള്ള ത്യാഗമാണ് നിത്യജീവനിലൂടെ ഉടലെടുക്കുക. കർത്താവ് നിത്യജീവന്റെ ത്യാഗമാണ്. ജീവന്റെ ദാതാവാണ്. ജീവൻ സമൃദ്ധമാക്കുന്നവനാണ്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യം ഇപ്രകാരം വ്യക്തമാക്കുന്നു: ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ്. ദൈവപുത്രനായ യേശുക്രിസ്തു ജീവൻ സമൃദ്ധമാക്കുന്നവനാണ്. ജീവൻ രക്ഷിക്കുന്നവനും സംരക്ഷിക്കുന്നവനുമാണ്. സഹനപാതയിലൂടെ ജീവൻ സമൃദ്ധമാക്കി നിൽക്കുന്ന യേശുക്രിസ്തുവിന്റെ ജീവിതാനുഭവമാണ് തെക്കൻ കുരിശുമലയിൽ ഓരോ തീർത്ഥാടകരും അനുഭവിക്കുന്നത്. പച്ചയായ ജീവിതയാഥാർത്ഥ്യങ്ങൾക്ക് അർത്ഥം കണ്ടെത്തുന്ന സ്വർഗീയിടമാണിത്. യാതനകളിലും വേദനകളിലും രോഗങ്ങളിലും പീഡനങ്ങളിലും ആശ്വാസവും ആശ്രയവുമാണ് ഈ തീർത്ഥാടന ഭൂമി. 40 ദിവസത്തെ നോമ്പ് അനുഷ്ഠിച്ച് ഒരുക്കത്തോടും വിശുദ്ധിയോടും പ്രത്യാശയോടും പുണ്യമല കയറുന്നവർക്ക് കർത്താവിന്റെ കൃപയും അനുഗ്രഹവും ലഭിക്കാതിരിക്കുകയില്ല. ഉപവസിക്കുക, പ്രാർത്ഥിക്കുക, രമ്യതയിൽ ജീവിക്കുക, കർത്താവിൽ ആശ്രയിക്കുക, പ്രായശ്ചിത്ത പ്രവൃത്തികൾ ചെയ്യുക എന്നിവയാണ് നോമ്പ് അനുഷ്ഠാനത്തിൽ നാം ചെയ്യേണ്ട കാര്യങ്ങൾ. കർത്താവിന്റെ ജനന മഹാജൂബിലി കഴിഞ്ഞ് 2026 ഒരുമിച്ചുള്ള സഞ്ചാരം സാധ്യമാക്കി നാനാജാതി മതസ്ഥർ പങ്കെടുക്കുന്ന 69 സ്വരചിഹ്നം ആം അത് മഹാതീർത്ഥാടനമാണ് തെക്കൻ കുരിശുമലയിൽ നടക്കുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും സാന്നിധ്യവും പങ്കാളിത്തവും ഉറപ്പാക്കി നിത്യജീവന്റെ മഹത്വം പ്രാപിക്കാൻ ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.